Start camera. Rolling, sir. Action. Yes, അംശു ഒരു ടങ് സ്ലിപ്പ് വന്നത് ഞാൻ ബേസിനോട് ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ അവിടെ പറഞ്ഞത് സതീശൻ പാച്ചേനി എന്നുള്ള പേര് പറഞ്ഞത് മമ്പ്രതിവാരനാണ്. എനിക്ക് വന്ന ടങ് സ്ലിപ്പാണ്. ഞാൻ അത് വല്ല ഇവനറിയോ സാറേ? എടാ ഒന്നും മിണ്ടാതിരിക്കാളിയ മണ്ടത്തരം പറയല്ലേ. ഞാൻ പറയാനുള്ളത് ബേസിൽ പറഞ്ഞു. എനിക്ക് ഞാൻ പറഞ്ഞ പേര് തെറ്റിപ്പോയതാണ്. പക്ഷെ നിങ്ങൾ ചെയ്തത് അവിടെ ഉണ്ട്. നിങ്ങൾ അങ്ങനെയുള്ള ക്രിമിനലുകളെ ജയിപ്പിക്കുകയും നിങ്ങൾ കൊണ്ടു നടക്കുകയും മത്സരിച്ച് സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് വന്നു പോയ ടങ് സ്ലിപ്പ് മാനുവായിട്ട് പറയുമ്പോ പിന്നെ ഞാൻ പറഞ്ഞോളാം കട്ടായോ. അല്ലട്ടാ ഒരു മിനിറ്റ് നീ ഇത്രല്ലേ കണ്ടോളൂ. അതായത് നേരത്തെ സംസാരിച്ച് തുടങ്ങുമ്പോ മാത്രമാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ സംസാരിച്ച കാര്യം ക്ലിയർ ചെയ്യാനുള്ള സമയം മഹിളാ മന്ദിരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം പറഞ്ഞത് ആ പായിപ്പാട് മഹിളാ മന്ദിരത്തിന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ച് ഈ പറയുന്ന MLA പ്രശാന്തിനെ ആക്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ ഇൻസിഡന്റ് സുഗതനെതിരെ. പക്ഷേ ഇപ്പൊ അദ്ദേഹം സംസാരിച്ചു വന്നപ്പോൾ ആ ഇൻസിഡന്റ് മാറി. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. അദ്ദേഹം പറഞ്ഞത് വാതിൽ അടിച്ചു പൊട്ടിച്ചു എന്നൊക്കെയായി. ഈ വാതിൽ അടിച്ചു പൊട്ടിച്ചത് അതിന്റെ കൂടെയുള്ള ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ നേരത്തെ പറഞ്ഞ മാന്യതയില്ല. ഞാൻ പറഞ്ഞോട്ടെ, അതായത് ആ വാതിൽ വന്ന് അടച്ചു പൂട്ടി പോകുന്നത് അവിടുത്തെ AE ആണ്. സംശയം ഉണ്ടെങ്കിൽ താങ്കൾക്ക് പരിശോധിക്കാം. അവിടുത്തെ AE വന്നിട്ടാണ് അത് അടച്ചു പൂട്ടി പോകുന്നത്. അത് പിന്നീട് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്, ഞാനാണ് അത് അടച്ചത്, ഞാനാണ് അത് താക്കോലിട്ട് പൂട്ടിയത് എന്ന് പറഞ്ഞത് അവിടുത്തെ AE ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ AE പ്രതിയാക്കി വേണം കേസെടുക്കാൻ. അപ്പോൾ നിങ്ങൾ അവിടെ സുഗതൻ എന്തിനാണ് ഉദ്ദേശിച്ച് എന്ത് കാര്യത്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഞങ്ങൾക്ക് ആ ബോധ്യം ഇനി ബേസിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുകയാണ് ഞങ്ങൾ അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കാൻ, അദ്ദേഹത്തിനെതിരെ കേസ് ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. അതിൽ ഓരോ കേസും എങ്ങനെ അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് ഇപ്പോൾ പായിപ്പാടത്തെ ഒരു വിഷയം ഞാൻ ക്ലാരിറ്റി വരുത്തിയപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി മനസ്സിലായി കാണും. എങ്ങനെയാണ് ഓരോ ചെറിയ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ പേരിനെ എടുത്തു വെച്ച് അദ്ദേഹം ഇല്ലാത്ത വിഷയങ്ങളിൽ പോലും അദ്ദേഹത്തെ പ്രതിയാക്കിക്കൊണ്ട് എങ്ങനെയാണ് കേസ് ഫ്രെയിം ചെയ്തത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അത് CPM കാലാകാലങ്ങളായി കേരളത്തിനകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതി നീ ഒന്നും പണയണ്ട. കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ പുറത്തു നിർത്തി അത്രയൊന്നും ഇല്ലല്ലോ. പാർട്ടി മെമ്പർ അല്ലാത്ത വീണയ്ക്ക് വേണ്ടി നിങ്ങൾ ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചതിന് അത്രയൊന്നും ഇല്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ള ഒരു പ്രവർത്തകനെ മാറ്റി നിർത്തുകയോ തിരിച്ചെടുക്കുകയോ അത് ഞങ്ങളുടെ പാർട്ടി വിഷയമാണെന്ന് അത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം. നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം ഞങ്ങൾക്കുണ്ടോ? അംശു, ഞാൻ താങ്കൾ പറഞ്ഞപ്പോ മിണ്ടാ നിന്ന് തന്നില്ലേ? പിന്നെ പറഞ്ഞു മനസ്സിലാക്കിക്കോളൂ. ഇനി IP വിനു ആണല്ലോ പ്രധാനപ്പെട്ട. അദ്ദേഹം ഒരാളെ ആക്രമിച്ച കേസിലെ പ്രതിയല്ല. ഞാൻ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്ത് ഒരു പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയത്തിനകത്ത് ഉറങ്ങിക്കിടന്ന ഒരു വയോവിദ്ധനായിട്ടുള്ള ഒരു BJPയുടെ സംസ്ഥാന അധ്യക്ഷനും ഒരാൾക്ക് പോലും, ഒരു പുഴുവിന് പോലും ഒരു തരത്തിലുള്ള നോവ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കാത്ത ഒരു മനുഷ്യനെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് നിങ്ങൾ ഈ പറഞ്ഞ് വാനോളം പുകഴ്ത്തിയ IP വിനു. നിങ്ങൾ ഈ പറഞ്ഞല്ലോ ആറ്റുകാലുണ്ണി വീട് കയറി ആക്രമണ കേസിലെ പ്രതിയല്ലേ? ആറ്റുകാലുണ്ണിയുടെ ചരിത്രം ഞാൻ പറയാൻ തുടങ്ങി. എൻ്റെ മണ്ഡലത്തിലുള്ള ആളാണ്. ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ CPMന്റെ പ്രതിനിധിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിപ്പോവും. CPMന്റെ അവിടെ നിങ്ങൾ മുമ്പ് ഒരു വലിയ കലാപം, BJPക്ക് 35 സീറ്റ് കിട്ടിയതിന് ശേഷം തിരുവനന്തപുരം സിറ്റിക്കകത്ത് വലിയ ഈ പറയുന്ന IP വിനു പാർട്ടിയുടെ സംസ്ഥാന ഓഫീസ് അടിച്ചു പൊട്ടിക്കുന്ന ഉൾപ്പെടെയുള്ള വിഷയം നടന്ന ഒരു വലിയ കലാപം നടന്നു. എന്തിനു വേണ്ടിയിട്ട് ആ കലാപം നടന്നത്? ആരായിരുന്നു തുടക്കക്കാരൻ? ആരുടെ പേരിലാണ് ആ വിഷയം തുടങ്ങുന്നത്? ആര് എവിടെ എന്ത് കാര്യത്തിന്റെ പുറത്താ? എൻ്റെ പൊന്ന് അംശു, ഞാൻ വാ തുറന്നാൽ, ഞാൻ പറയാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഈ നേതാവിന്റെ, ഞാൻ പറഞ്ഞില്ലേ DYFIയുടെ ചാല ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചുവിട്ടത് എന്തിനാ? ചാല ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചുവിട്ടത് എന്തിനാണെന്ന് കേരളത്തിലെ പോലീസ് ഇന്റലിജൻസ് കൊടുത്ത ഞാൻ പറയട്ടെ നിങ്ങൾ എന്തിനാ ബേജാറാവുന്നത്? എന്തിനാ ചാല DYFIയുടെ ചാല ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചുവിട്ടത് ഈ പറയുന്ന ആറ്റുകാൽ ഉണ്ണി ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്ത് നടത്തിയിട്ടുള്ള ബിസിനസ്സുകൾ എന്താ? ആ ബിസിനസ്സുകളെ കുറിച്ച് പോലീസ് ഇന്റലിജൻസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് എന്താ? ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകൾ എന്താ? ആ വാർത്തകൾ വായിച്ചതിന്റെ പിന്നാമ്പുറ കഥകൾ എന്താ? ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ടില്ലെന്ന്. ഞങ്ങൾ പറയാൻ തുടങ്ങിയില്ല, ഞങ്ങൾ പറയാൻ പോവുക. ഞങ്ങളത് പറയാൻ
ഈ ചിരി ഞാൻ കറപ്പിക്കുന്നുണ്ട്. ആറ്റുകാൽ ഉണ്ണിയെ പോലെ ഒരു ക്രിമിനലിനെ പാവപ്പെട്ട ABPയുടെ പിള്ളേര് 4 കൊടിയും വെച്ച് വിദ്യാഭ്യാസ മന്ത്രി PM ശ്രീയിൽ ഉൾപ്പെടണമെന്ന് പറഞ്ഞു പ്രതിഷേധിക്കാൻ വേണ്ടി കരിങ്കൊടി കാണിക്കാൻ ഇറങ്ങിയപ്പോ അവരെ 250 പേര് ചേർന്ന് തല്ലിയിട്ട് അതെ ഈശ്വർ പ്രസാദിനെ ആ തല്ലിയിട്ട് അത് ഞങ്ങളുടെ കഴിവാണെന്ന് കൊട്ടിഘോഷിച്ച ഈ നാണം കെട്ടവന്റെ പേരല്ലേ ആറ്റുകാൽ ഉണ്ണി അല്ലേ? അത് കഴിഞ്ഞിട്ട് ഇവിടെ ED ഉദ്യോഗസ്ഥന്മാർ വന്നല്ലോ. ആ ED ഉദ്യോഗസ്ഥന്മാരുടെ വണ്ടി അടിച്ചു പൊളിച്ച മാന്യ അദ്ദേഹത്തിന്റെ പേരല്ലേ ആറ്റുകാൽ ഉണ്ണി. ഈ ആറ്റുകാൽ ഉണ്ണിയാണോ നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്തത്? അവിടുത്തെ ഈ ആറ്റുകാൽ പ്രദേശത്തെ മണ്ണടി മാഫിയയുടെ ഏറാമൂളിയല്ലേ നിങ്ങളുടെ ഈ ആറ്റുകാൽ ഉണ്ണി? ആ നാട്ടിലെ കഞ്ചാവ് മാഫിയയുടെ ഏറാൻമൂളിയല്ലേ നിങ്ങളുടെ ആറ്റുകാൽ ഉണ്ണി? ആ നാട്ടിലെ വട്ടിപ്പലിശക്കാരന്റെ ഏറാൻമൂളിയല്ലേ ഈ ആറ്റുകാൽ ഉണ്ണി? ആ നാട്ടിൽ തണ്ണീർത്തടങ്ങൾ നിവർത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയമാരുടെ ദല്ലാളല്ലേ നിങ്ങളുടെ ഈ ആറ്റുകാൽ ഉണ്ണി? കൂടുതലൊന്നും പറയരുത്. ഞാൻ കുളി കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. തെറി കൊണ്ട് അഭിഷേകം ചെയ്യരുത്. അത് താങ്ങാനുള്ള കരുത്ത് എനിക്ക്. നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല, നിങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ പറ്റി പിരിച്ചുവിട്ട കഥയാണ് പറയുന്നത്. പറഞ്ഞപ്പോ ഞാൻ കേട്ടിട്ടില്ലേ? നിങ്ങളുടെ പോലീസ് പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസ് കൊടുത്ത റിപ്പോർട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ അല്ലാതെ കോൺഗ്രസ് റിപ്പോർട്ടല്ല. ഞാൻ പറയട്ടെ, ഇവിടുത്തെ ഞാൻ നിക്കുന്നേ ബഹളം വെക്കാതെ. ഇനി IP ബിനു പ്രീ ഡിഗ്രി കാലം മുതൽ IP ബിനു തിരുവനന്തപുരം സിറ്റിക്കകത്ത് നടത്തിയിട്ടുള്ള അക്രമ പരമ്പരകളുടെ ലിസ്റ്റ് കേരളത്തിലെ പോലീസിന്റെ കയ്യിലുണ്ട്. ഒരു RTI ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, ഞങ്ങൾക്ക് ബോധ്യമുണ്ട്, അതുകൊണ്ട് പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ IP ബിനുവിനെയും ഈ പറയുന്ന ഗുണ്ടാപ്പണി എടുക്കുന്നവരെയൊക്കെ വന്നിരുന്ന് ന്യായീകരിച്ചു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സുഗതനെ ഗുണ്ട എന്ന് വിളിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ IP ബിനുവിനെ ഗുണ്ടാന്ന് വിളിക്കണം. ഒരു ഗുണ്ടയെ തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്. നാണമില്ലടാ നിനക്കൊക്കെ. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സുഗതനെ വിളിക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ആറ്റുകാൽ ഉണ്ണി എന്ന് വിളിക്കാൻ തയ്യാറാണോ? നിങ്ങൾ സുഗതനെ ഗുണ്ടായെന്ന് വിളിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ബിനീഷ് കോടിയേരി ഒക്കെ ഗുണ്ടാന്ന് വിളിക്കണം. അങ്ങനെ വിളിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അല്ലാതെ ഈ കള്ളം പച്ചക്കള്ളം വിപിനെന്ന് പറയുന്ന വെട്ട് മാറി അല്പം കൊണ്ടിരുന്നെങ്കിൽ ഒരു കൊലപാതകം ബഹളം വെക്കുന്നത്. ഞാൻ മൂന്നാമൂട് സമരത്തിന് വേണ്ടി പോരാടിയ മൂന്നാമൂട് ഷാജിയുടെ ടിപ്പറുകൾ മണ്ണുമായി പോകുമ്പോൾ അതിന് എസ്കർട്ട് പോകുന്ന വിപിൻ എഴുതി കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുഗതനെ ഈ പറയുന്ന കാപ്പ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയവന്റെ തലയിൽ ആ ബുദ്ധിയുണ്ടല്ലോ, ആ ബുദ്ധിയൊക്കെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു. ചോദിക്കുമ്പോ പണം കൊടുത്തില്ലെങ്കിൽ VK പ്രശാന്ത് ഗുണ്ടാ ലിസ്റ്റിൽ പെടുത്തുമെങ്കിൽ ആ ഗുണ്ടാ ലിസ്റ്റിൽ ഇരിക്കാൻ ഞങ്ങൾക്ക് ഒരു ഭയവും ഇല്ല. അങ്ങനെ ഒന്നും പേടിപ്പിക്കണ്ട. VK പ്രശാന്തിന്റെ ആ തിട്ടൂരത്തിന്റെ പുറത്ത് ഞങ്ങളെ ഒതുക്കി കളയാമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി അംശു. അങ്ങനെ ഒന്നും ഭയപ്പെടുത്തേണ്ട, മനസ്സിലായില്ലേ? ഇനി നമുക്ക് നോക്കാം, നമുക്ക് പൊളിറ്റിക്കലി നോക്കാം. ഞങ്ങൾ പൊളിറ്റിക്കലിയും ലീഗലിയും ഇറങ്ങി തിരിച്ചിരിക്കുക. ഞങ്ങൾ തയ്യാറായി തന്നെ നിൽക്കുക. വിപിനെ അവന്റെ തൊപ്പി ഊരി വെപ്പിക്കുന്നത് വരെ ഈ നിയമ പോരാട്ടമായി ഞങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങൾ വിചാരിക്കേണ്ട വെറുതെ വിട്ടിട്ട് പോകുമെന്ന്. ഞങ്ങൾ ആ നിയമ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും. രാഷ്ട്രീയമായി CPM നടത്തുന്ന ഈ രാഷ്ട്രീയം ഞങ്ങൾ കേരളത്തിന്റെ മണ്ണിനകത്ത് തുറന്നു കാണുകയും ചെയ്യും. ഒരു സംശയവും പ്രതീക്ഷിക്കണ്ട. ഞാൻ താഴെ പാറക്കുളത്തിലോ ചാണാകുഴിയിലോ കാണും.